നീണ്ട 22 വർഷത്തെ സേവനത്തിന് ശേഷം സ്കൈപ്പ് അടച്ചുപൂട്ടുന്നതായി റിപ്പോർട്ട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നാണ് സ്കൈപ്പ്. നീണ്ട 22 വർഷത്തെ സേവനത്തിന് ശേഷം മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 2025 മെയ് മാസം 5-ാം തീയതി മുതൽ സ്കൈപ്പ് ഉപയോക്താക്കൾക്ക് ലഭ്യമാകില്ലെന്നാണ് XDAയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2023 നിക്ലാസ് സെൻസ്ട്രോം, ജാനസ് ഫ്രീസ് എന്നീ വ്യവസായ സംരംഭകരാണ് ഈ വീഡിയോ ടെലിഫോണി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. വീഡിയോ കോൺഫറൻസ്, വോയിസ് കോൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ എന്നീ സേവനങ്ങളാണ് സ്കൈപ്പ് പ്രധാനമായും ഉപയോക്താക്കൾക്ക് നൽകിയിരുന്നത്. സ്കൈപ്പ് പഴയതുപോലെ ജനപ്രിയമല്ലെങ്കിലും 36 ദശലക്ഷത്തിലധികം ആളുകൾ തങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സഹപ്രവർത്തകരുമായും ബന്ധപ്പെടാൻ ദിവസവും സ്കൈപ്പിന്റെ സേവനം ഉപയോഗിച്ചിരുന്നതായി മൈക്രോസോഫ്റ്റ് അവകാശപ്പെടുന്നുണ്ട്. 2011 മൈക്രോസോഫ്റ്റ് $8.5 ബില്യൺ സ്കൈപ്പ് ഏറ്റെടുത്തത്. വിൻഡോസ് ലൈവ് മെസ്സഞ്ചറിന് പകരക്കാരൻ എന്ന നിലയ്ക്കായിരുന്നു ഈ ഏറ്റെടുക്കൽ. iMessageന് വെല്ലുവിളി ഉയർത്തുന്നതിനായി ടെക് ഭീമൻ സ്കൈപ്പിനെ 2 തവണ പുനരൂപകൽപ്പന ചെയ്യുകയും വിൻഡോസ്, ഇപ്പോൾ നിലവിലില്ലാത്ത വിൻഡോസ് ഫോണുകൾ, എക്സ്ബോക്സ് തുടങ്ങിയ സ്വന്തം ഉൽപ്പന്നങ്ങളുമായി സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ് തന്നെ 2017 പുറത്തിറക്കിയ ടീംസ് ആപ്പ് സ്കൈപ്പിന് കനത്ത വെല്ലുവിളിയായിട്ടുണ്ട്. വർക്ക് സ്പേസ് ചാറ്റ്, വീഡിയോ കോൺഫറൻസിംഗ്, ഫയൽ സ്റ്റോറേജ് തുടങ്ങിയ ഓപ്ഷനുകൾ മൈക്രോസോഫ്റ്റ് ടീംസിലുണ്ട്. സ്കൈപ്പ് അടച്ചുപൂട്ടിയാൽ ഉപയോക്താക്കൾക്ക് മൈക്രോസോഫ്റ്റ് ടീംസിലേക്ക് ചേക്കേറേണ്ടി വരും. മൈക്രോസോഫ്റ്റ് ടീംസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് നിലവിലെ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ച് ടീംസിന്റെ പ്രവർത്തനം ഉപയോഗിക്കാം.